വാ. ആരോ ആരോ ആരവനെ കാണുന്നില്ലല്ലോ. അവനെ പുറത്തിറങ്ങിപ്പോയി കാണുമോ? ഇത് കണ്ടോ, എന്റെ സ്നാക്സ് എല്ലാം തീർത്തിട്ട് അവൻ പോയത്. ഇവൻ ഈ കട്ട ഇതിനുള്ള സ്വഭാവമുണ്ട്. എടീ, സ്നാക്സിന്റെ കാര്യം നമുക്ക് പരിഹരിക്കാം. അതിനേക്കാൾ വലിയ പ്രശ്നം നമ്മുടെ മുന്നിലുള്ളത്. ആരവ് മൃദുലെ അടിച്ചു വീഴ്ത്തിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൃദുലെ അടിച്ചു വീഴ്ത്തിന്നുള്ളത് റിയാലിറ്റി അല്ലേ? അടിച്ചിട്ടത് ആരാന്നുള്ളതാ കൺഫർമേഷൻ കിട്ടാത്തത്. അത് ആരവാ നമുക്ക് ഉറപ്പല്ലേ? അക്കാര്യം അവനോട് നേരിട്ട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ കഴിയൂ. ആരവായിരിക്കും? നീ പോയി വാതിൽ തുറക്ക് വേഗം. നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്താ വന്നേ? നീയൊക്കെ ഇതിനകത്ത് ആഘോഷിക്കല്ലേ? നിനക്കങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ എന്താ പറയാനാ? ഞങ്ങളിലെ ഒന്നിനെ നീയൊക്കെ ചേർന്ന് കെടുത്തിയല്ലേടി? ഞങ്ങളോ? ഒളിച്ചിരുന്ന ആളെ അടിച്ചു വീഴ്ത്താൻ നിങ്ങൾ മിടുക്കികളാണല്ലോ. ദേ, നിങ്ങൾ അനാവശ്യം പറയരുത്. മൃദുല അടിച്ചു വീഴ്ത്തിയത് ഞങ്ങളാണെന്ന് അവള് പറഞ്ഞോ? സംസാരിക്കാൻ പറ്റാതെ കിടക്കുന്ന അവൾ എങ്ങനെ പറയാനാ? അവളെ അടിച്ചിട്ട് നമ്മളാന്നേ ഇവര് തീരുമാനിച്ചായിരിക്കും. നീയൊക്കെ ചെയ്തിട്ടേ ഞങ്ങളുടെ മുന്നിൽ പൊട്ടം കളിക്കല്ലേ? മൃദുലയെ അടിച്ചു വീഴ്ത്തിയത് ഞങ്ങളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലേ നിങ്ങളത് തെളിയിക്ക്. ആരോപണം പ്രൂവ് ചെയ്യേണ്ടതേ അത് ഉന്നയിക്കുന്നവരുടെ ബാധ്യതയാ. ഇത് ആരോപണമല്ല, നിങ്ങൾ ചെയ്ത കാര്യമാ പറയുന്നത്. മൃദുലയെ നിങ്ങളല്ലാതെ വേറെ ആരും അറ്റാക്ക് ചെയ്യില്ല. ദേ, ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നടന്നൊരു സംഭവത്തിൽ ഞങ്ങളെ വെറുതെ സംശയിക്കരുത്. നിന്നെയൊന്നും ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ചെയ്തത് നിങ്ങളാണെന്ന് കൺഫേമാ. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചെയ്തേ? ഞങ്ങൾ ഇവിടെ വന്നപ്പോ മുതലേ ഈ ഹോസ്റ്റലിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഗോസ്റ്റ് ആയിരിക്കും മൃദുല അടിച്ചിട്ടത്. ഇവിടെയുള്ള പിള്ളേരും അങ്ങനെ പറയുന്നുണ്ട്. നീ വിഷയം മാറ്റല്ലേ? നിങ്ങൾ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന എന്തിനാ? മൃദുല ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ടല്ലേ നിങ്ങൾ തിരികെ വന്നത്? എന്നിട്ട് അവളെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു. ദേ, ഞങ്ങളുടെ റൂമിൽ വന്ന് വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമല്ലടി, ശപഥോ. 3 റോസസിൽ ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ അതേ നാണയത്തിൽ മറുപടി തരും. നിങ്ങളിൽ ഒന്നിനെ ഞങ്ങൾ കിടത്തും. 24 മണിക്കൂറിനകം നിങ്ങക്ക് ഞങ്ങൾ തിരിച്ചടി തന്നിരിക്കും. നീ ഞങ്ങളെ ഞൊട്ടും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണത്തിനെ നീ തൊട്ട് നോക്കടി. ഞങ്ങളുടെ റിയൽ ഫേസേ അപ്പ നീയൊക്കെ കാണും. എന്നാ അത് ഇപ്പൊ കാണിക്കടി. നീ ആരാടി? നിന്റെയൊക്കെ കൈയും കാലും തല്ലി ഓടിക്കും. തല്ലി ഓടിക്കാനേ നീ വടിയെടുത്തോണ്ട് വാടി. എന്റെ കർത്താവേ, ഇവിടെ എന്താ നടക്കണേ? 5 സുന്ദരങ്ങളും 3 റോസ് തമ്മിൽ അടിയോ? ഇവിടെ ഇങ്ങനെ അടികൂടാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോയേ? ഇവര് തല്ലുണ്ടാക്കാനായിട്ട് വന്നതാ. ഞങ്ങളിൽ ഒരുത്തിയെ തല്ലി ഒതുക്കിട്ട് നീ ഒന്ന് ഞെളി നടക്കാൻ കരുതണ്ടടി. തല്ലാൻ നീ അങ്ങോട്ട് വാടി, കാണിച്ചു തരാം. ഇവിടെ എന്താ നടക്കുന്നേ? കോളേജ് വിട്ട് വന്ന് തമ്മി തല്ല് തുടങ്ങിയ ഇതെവിടെ ചെന്ന് നിൽക്കും? ഞങ്ങൾ ഇവരോട് വഴക്കിന് പോയിട്ടില്ല മാം. ഞങ്ങളുടെ റൂമിലേക്ക് ഇവരാ വന്നത്. അലീനയ്ക്ക് എന്താ പ്രശ്നം? ഈ കുട്ടികളുടെ റൂമിൽ ചെന്ന് കയറി വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനെ പട്ടാപ്പകലെ ഈ ഹോസ്റ്റലിൽ അടിച്ചിട്ടു. അതാരാണെന്ന് മാം അന്വേഷിച്ചോ? മാം അന്വേഷിക്കില്ല. അന്വേഷണം ചെന്ന് എത്തുന്നത് മാമിന്റെ പെറ്റായ 5 സുന്ദരികളിലായിരിക്കില്ലേ? മാഡം, മൃദുല അടിച്ചിട്ടത് ഞങ്ങളാണെന്നാ
ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ചെയ്ത കാര്യം ഒളിച്ചു വെക്കില്ല. ഞങ്ങൾ അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയും. ചെയ്യാത്ത കുറ്റം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ച ആ ഭാരം ഞങ്ങൾ താങ്ങില്ല മാം. ഞങ്ങൾ പ്രതികരിക്കും. ആ സ്വാഭാവികമായ പ്രതികരണം മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. പ്രതികരിക്കാൻ ഞങ്ങൾക്കും അറിയാം. ഞങ്ങള് പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയാലേ നീ ഒന്നും താങ്ങില്ല.